നമസ്തേ. സുഭാഷിതം. വ്യാഘ്രഃ സേവതി കാനനം സുഗഹനം സിംഹോ ഗുഹാം സേവതേ ഹംസഃ സേവതി പത്മിനീം കുസുമിതം ഗൃദ്ധഃ ശ്മശാനസ്ഥലീം സാധുഃ സേവതി സാധുമേവ സതതം നീചോ അപി നീചം ജനം യസ്യ പ്രകൃതിഃ സ്വഭാവജനിതാ കേനാപി ന ത്യജ്യതേ. ഇവിടെ പറയുന്ന കടുവ കൊടുങ്കാട്ടിലും സിംഹം ഗുഹയിലും അരയന്നം പുഷ്പിതമായ താമര പൊയ്കയിലും കഴുകൻ ശ്മശാനത്തിലും വസിക്കുന്നു. ഓരോരുത്തരുടെ വാസസ്ഥലം ഇവിടെ സൂചിപ്പിക്കുകയാണ്. പിന്നെ പറയുന്നത് നല്ല ആളുകൾ നല്ലവരോടും നീചന്മാർ നീചരോടും ചേരുന്നു. ജന്മസിദ്ധമായ സ്വഭാവം ആർക്കും ഉപേക്ഷിക്കാനാവില്ല. ഇതാണ് ഈ സുഭാഷിതത്തിൻ്റെ അർത്ഥം. ഇപ്പൊ കടുവ എവിടെയാണ്? കൊടുങ്കാട്ടില്. സിംഹം ഗുഹയില്. പുഷ്പിതമായ താമരപ്പൊയ്കയിലാണ് അരയന്നം വസിക്കുന്നത്. കഴുകന് എപ്പോഴും ശ്മശാനത്തിലുമാണ്. നീചന്മാരുടെ കൂടെ ആയിരിക്കും. സജ്ജനങ്ങളായ നല്ല ആളുകൾ സഹവസിക്കുന്നത്, ചേരുന്നത് നല്ല ആളുകളോടൊപ്പമായിരിക്കും. അതേപോലെ ജന്മസിദ്ധമായ ആ സ്വഭാവം ഉണ്ടല്ലോ, അതാർക്കും ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല, ഉപേക്ഷിക്കാനാവില്ല എന്നിവിടെ സുഭാഷിതം അർത്ഥമാകുന്നു. ജാത്യാലുള്ളത് തൂത്താ മാറില്ല എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെ. അപ്പോൾ ഓരോ സ്വഭാവ ഗുണങ്ങൾ ഉള്ളവർ അവരുടേതായ ആ ചേരുമ്പടി ചേർക്കുന്ന പോലെ അവരുടേതായ ആ ഇതിലൂടെ മാത്രമായിരിക്കും എന്താണോ ആ സ്വഭാവത്തിലുള്ളവരുമായിട്ടായിരിക്കും യോജിക്കുന്നത്, ചേരുന്നത് എന്നിവിടെ സുഭാഷിതം അർത്ഥമാക്കുന്നു. നമസ്തേ.